ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സമ്മർ വെക്കേഷൻ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടസ്കനി, ഇറ്റലിയിലെ ടസ്കനി എന്ന് പറയുന്ന റീജിയനിലാണുള്ളത്. നമ്മൾ 21-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മൾ റോഡ് വഴി, അതായത് സ്റ്റുട്ട്ഗാർട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡ് വഴി ആണ് നമ്മൾ ഇറ്റലിയിലെത്തിയത്. അപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് ഷാഫ്ഹൗസനിലാണ്, സ്വിസ് ബോർഡർ ക്രോസ് ചെയ്ത് ഷാഫ്ഹൗസനിലാണ്. അപ്പോൾ നമ്മൾ നോർമലി ഇത്ര നാൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ PR കാർഡ് ഞാൻ കുറച്ചിങ്ങനെ, അതായത് യൂറോപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് ട്രാവൽ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ കാർഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കാറുള്ളൂ. ഈവൻ എയർപോർട്ടിൽ പോലും ഒരു പാസ്പോർട്ട് ചോദിക്കാറില്ല ഇൻസൈഡ് യൂറോപ്പ് ട്രാവലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ സ്വിറ്റ്സർലൻഡ് ബോർഡർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ചു. നോർമലി അങ്ങനെ സ്ട്രോങ് ചെക്കൊന്നും ഉണ്ടാവാറില്ല. എൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ, അപ്പം ഞാൻ പറഞ്ഞു സോറി, എൻ്റെ അടുത്ത് പാസ്പോർട്ടില്ല, എൻ്റെ ഈ കാർഡുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് അവർ പറഞ്ഞു പാസ്പോർട്ടില്ലാണ്ട് പോകാൻ പറ്റില്ല, കാരണം പാസ്പോർട്ടില്ലാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം എനിക്ക് EU ട്രാവൽ ബാൻ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ എന്താണ് അവർ ഇങ്ങനെ, ഇതിനിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല, മീൻസ് തിരിച്ച് പോവാണ്ടിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമ്മുടെ ബുണ്ടിസ് പോലീസായി ഉണ്ട്. അതായത് ബുണ്ടിസ് പോലീസായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നോർമൽ പോലീസല്ല, നമ്മുടെ എന്താ പറയുക ബോർഡർ, അതായത് ആ പോലീസിന് നമുക്കിപ്പോൾ ഒരു എമർജൻസി പാസ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി ട്രാവൽ ഡോക്യുമെൻ്റ് ഒക്കെ തരാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക്. അത് അവർ സെൻട്രൽ ജർമ്മനിയുടെ കൺട്രോളിലുള്ളവരാണ് അവർ, അല്ലാണ്ട് ഓരോ സ്റ്റേറ്റിൻ്റെ കൺട്രോളുള്ളതല്ല. അപ്പോൾ അവർ ഈ സ്വിസ് പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഈ സിംഗൻ, അതായത് ഈ സിംഗനാണ് ഷാഫ്ഹൗസൻ്റെ അടുത്തുള്ള ജർമ്മൻ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഇവരെ പോലീസ് ഓഫീസുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. സിംഗൻ റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്തല്ല, ഉള്ളിൽ തന്നെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ ട്രാവൽ ഡോക്യുമെൻ്റ് തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതായത് ഒരു എമർജൻസി പാസ്പോർട്ട് പോലെ തരും. ഇവിടെ ഉള്ളവർക്ക് ഒരു നമ്മുടെ വിസ എന്തെങ്കിലും കിട്ടാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവർ നമുക്കൊരു പച്ച പേപ്പർ തരും, അതിനകത്ത് നമ്മൾ ഇൻഫർമേഷനൊക്കെ എഴുതി. അപ്പോൾ അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു, അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഉണ്ട്, അതായത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എൻ്റെ മൊബൈലിലുണ്ടായിരുന്നു. പിന്നെ അതവരെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ID കൊടുത്തു. പിന്നെ 43 യൂറോയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഈ പേപ്പർ എനിക്ക് തന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നത്, ഇതും എൻ്റെ IDയും വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർ ബി കെയർഫുൾ, കാരണം ഇവിടെ ജർമ്മനിയുടെ പുതിയ ഗവൺമെൻറ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോന്നുന്നു നിലവിൽ വന്ന പിന്നെ വളരെയധികം ചെക്കിങ് കൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസും ഉണ്ട്. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന കാരണം നമ്മുടെ നൈബറിങ് കൺട്രീസും വളരെ സ്ട്രോങ് ആയി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ.